ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. എല്ലാവരും നമ്മുടെ തമ്പനിയിൽ കണ്ടതുപോലെ എല്ലാവരും അറിയാൻ വേണ്ടി വന്നിരിക്കുന്നത് ഞാൻ MLSP പോസ്റ്റ് റിസൈൻ ചെയ്യാൻ പോവുകയാണോ ഇല്ലയോ എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ MLSP എന്നൊരു ജോബ് റിസൈൻ ചെയ്യാൻ പോവുകയാണ്. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് ഈ വീഡിയോ ഫുള്ള് കാണണം. അപ്പോൾ MLSP പറ്റിയുള്ള കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് ഡ്രോബാക്സും പറയണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ 2 വർഷമായിട്ട് MLSP ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ റിസൈൻ ചെയ്യാനുള്ള കാരണവും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ MLSP ആയിട്ട് കയറുന്നത് ഒക്ടോബർ 2022 കേട്ടോ. അപ്പോൾ ഏകദേശം 2 വർഷത്തോളമായിട്ട് ഞാൻ ആര്യനാട് ഹോസ്പിറ്റലിലാണ് MLSP ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ BSc നഴ്സിംഗ് പഠിച്ച ഒരാളാണ്. BSc നഴ്സിംഗ് 2017 പാസ് ഔട്ട് ആയതാണ്. പിന്നെ ഒരു 5 വർഷത്തോളം ഞാനങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും എടുത്തിട്ടില്ല, വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു MLSP പോസ്റ്റ്, അത് ഒന്നും അറിയാൻ വയ്യാണ്ട് പോയി എഴുതി കിട്ടി, അങ്ങനെ കയറിയതാണ്. കയറിയതിന് ശേഷമാണ് ജോബ് എന്താ അന്ന് പോലും അറിയുന്നത്, അതിനെപ്പറ്റി പഠിക്കുന്നതും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് മുൻപേ ഒരു സീനിയർ ബാച്ച് ഉണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ കയറിയപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ജോബായിരുന്നു, വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. ആദ്യമൊക്കെ നമുക്ക് വലിയ ജോബൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വാർഡ് ഡ്യൂട്ടിയൊക്കെയാണ് തന്നിരുന്നത്. പിന്നെയാണ് ഫീൽഡ് വർക്കിലോട്ട് ഇറങ്ങിയത്. പബ്ലിക് ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്ത് കുറേ ഫീൽഡ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുവാണെങ്കിൽ കുറേ അധികം ജോബ് റെസ്പോൺസിബിലിറ്റിക്ക് നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം ഒരു സബ് സെൻറ്റർ എന്ന് പറയുമ്പോൾ JPHN, JHI, പിന്നെ MLSP, ആശ വർക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരുപാട് വർക്ക്സാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതാണ്, ഒരുപാട് നമുക്ക് ഒരുപാട് ഫീൽഡിലോട്ട് ഇറങ്ങി വർക്ക് ചെയ്യാം, ജോലിയൊന്നും ഇല്ലാതിരിക്കേണ്ട. പക്ഷേ കുറച്ചധികം ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഇപ്പോൾ വന്ന് വീഴുന്നുണ്ട്. ഈ സഞ്ജീവനി 25 കോൾസ്, വെക്ടർ സർവേ, പിന്നെ ഫീൽഡ് പ്രയോറിറ്റി, ഹോംവിസിറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, പിന്നെ നമ്മുടെ രജിസ്റ്ററൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നമ്മുടെ ഒരു MLSP എന്ന ജോബിൻ്റെ താഴെ ഇപ്പോൾ ഒരുപാട് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ MLSP എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഒരു ഏരിയയിൽ നമ്മുടെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ അത്രയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിലേറെ തന്നെ ഒത്തിരി ജോബ് റെസ്പോൺസിബിലിറ്റീസും നമുക്ക് ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് MLSP എന്ന് പറയുന്നത് ആർക്കും അറിയത്തില്ല, ഒരു ഒതുങ്ങിയ ഒരു ജോബായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മളും കൂടെ അവരുടെ ടീമിൽ, അതായത് പബ്ലിക് ഹെൽത്ത് ടീമിനോടൊപ്പം ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ഫീൽഡ് വർക്സിലും നമ്മുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്നവരും പുതിയ റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ മേലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു കണക്കിന് അത് നല്ലതാണ്, ഒരു കണക്കിന് അത് കുറച്ച് ബാധ്യതയും കൂടെയാണ്. കാരണം ആദ്യമൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് MLSPയുടെ ആവശ്യമുണ്ടോ, ഒരു പണിയും ഇല്ലല്ലോ അവർക്കെന്ന്. പക്ഷെ ഇപ്പോൾ നമ്മളില്ലാതെ പറ്റത്തില്ല എന്നൊരു കണ്ടീഷനായി. കാരണം ഒത്തിരി ജോബ് റെസ്പോൺസിബിലിറ്റീസ് നമ്മളും കൂടി ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അപ്പോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് MLSPയുടെ ഒരു പ്രാധാന്യം അത് വളരെ വലുതാണ്. അപ്പോൾ MLSP നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ അതങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഡ്രോബാക്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചധികം ഫീൽഡ് വർക്കാണ് നമ്മുടെ MLSP എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ മറ്റുള്ളവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസും കൂടെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടും പോലെ തോന്നി. കാരണം ഒന്നാമത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സാലറീസ് ഒന്നും കിട്ടുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ്റാണ് നമുക്ക് ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമ്മുടെ സാലറീസ് ഒന്നും നമുക്ക് കയ്യിൽ കിട്ടുന്നില്ല. ഭയങ്കര ലേറ്റായിട്ടാണ് കിട്ടുന്നത്, 1-2 മാസം കൂടുമ്പോഴൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഈ ഇടയ്ക്ക് നമ്മൾ കയറിയപ്പോഴൊന്നുമില്ല, ഈ ഇടയ്ക്ക് അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കത് നമ്മൾ ജോബിന് പോകുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് സാലറി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ കുറച്ച് അത് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ. അപ്പം വേറൊരു ജോബും കൂടെ ഇല്ലാത്ത, അല്ലെങ്കിൽ ഹസ്ബൻഡിനൊക്കെ ജോലി ഇല്ലാത്തതാണെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, ഈ സാലറിക്ക് ഇത്രയും ലേറ്റായൊക്കെ വരുവാണെങ്കിൽ. പിന്നെ ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ കുറഞ്ഞ എമൗണ്ടിനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അത്രയധികം ജോബ് റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ തലയിൽ ഇങ്ങനെ കൂടുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ വരും, ഒരു പുതിയ പ്രോഗ്രാംസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ കൂടി വരുവാണ്. ഒരു കണക്കിന് അത് നല്ലതാണ്, ചിലർക്ക് അത് ഇഷ്ടമാണ്, ചിലർക്ക് ഭയങ്കര അത് ജോലി ഭാരമായിട്ട് തോന്നുന്നു. ഈസി ജോബ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കുറച്ച് പേരുണ്ട്, പക്ഷെ അവർക്കിപ്പോൾ അത് കുറച്ചുകൂടെ ടഫാണ്. ഫീൽഡൊക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരിടത്ത് നിന്ന് ചെയ്യും പോലെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ വണ്ടിയൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഭയങ്കര പാടാണ് നമുക്ക് ഫീൽഡിലേക്ക് എത്തിച്ചേരാൻ. എല്ലാ വർക്ക്സും ഇപ്പോൾ NCD ക്ലിനിക്ക് വരെ ആൻറ്റിനേറ്റൽ ക്ലിനിക്സ് ഉൾപ്പെടെ നമ്മൾ ഫീൽഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം പ്രയോറിറ്റി ഹോം വിസിറ്റൊക്കെ ആണെങ്കിൽ ഉള്ളിലോട്ടൊക്കെ നമ്മൾ ഒത്തിരി നടന്നു പോവേണ്ടിടത്തൊക്കെ ഒരു 2 വീലറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ 2 വീലറൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടും. പിന്നെ സബ് സെൻ്ററൊക്കെ നല്ല ഉള്ളിലോട്ടായിരിക്കും, ദൂരത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സാലറിയുടെ ഇഷ്യൂ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഒരു മിനിമം പേയ്മെൻ്റാണ് നമുക്ക് കിട്ടുന്നത്, അത് തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതൊക്കെ ഒരു ഡ്രോബാക്സ് ആണ്. പിന്നെ ചിലയിടങ്ങളിൽ നമുക്ക് ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്, ആരും കോഓപ്പറേറ്റ് ചെയ്യാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇച്ചിരി മെൻ്റൽ പ്രഷറൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ നല്ലൊരു ജോബാണ് ഈ MLSP എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സാലറി ഇഷ്യൂസും കുറച്ച് ഇപ്പോഴത്തെ കുറച്ച് ഒരു പുതിയ പ്രോഗ്രാംസ് വന്നതിൻ്റെ ഒരു പ്രഷർ എന്നല്ലാതെ ഒരു ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ 9 to 4 ഡ്യൂട്ടി ടൈം ഒക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ഭയങ്കര പ്രഷറൈസ് ചെയ്ത, നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തൊക്കെ പ്രഷറൈസ് ചെയ്ത ടെൻഷൻ അടിച്ച ഡ്യൂട്ടിയൊന്നുമില്ല, നല്ല മൈൻഡ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബൊക്കെയാണ്. പിന്നെ ഞാൻ പറയാൻ വന്നത്, ഞാൻ എന്തുകൊണ്ട് MLSP പോസ്റ്റ് റിസൈൻ ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി DME ലിസ്റ്റിലുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. PSC അഡ്വൈസ് മെമ്മോ വന്നു. അപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നാൽ ഉടനെ തന്നെ ഞാൻ ജോയിൻ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാം, എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു കോൺട്രാക്റ്റ് ജോബാണ്, പെർമനൻറ്റ് ജോബല്ല. അപ്പോൾ നിങ്ങൾ ഇതിലിരുന്നുകൊണ്ട് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്ത് ഇനി വരുന്ന PSC എക്സാംസ് എഴുതി അതിൽ ഏതിലെങ്കിലും ഒന്ന് കയറി പറ്റുക. നിങ്ങളുടെ ജീവിതങ്ങൾ ഈ ഒരു സാലറി വെച്ചിട്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. നമുക്കൊന്ന് സേവ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ അതിലൊന്നും തന്നെ കാണത്തില്ല. അപ്പോൾ നമുക്കൊരു നല്ല ജോബ് വേണം, നല്ലൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോബ് വേണം. അപ്പോൾ ഇതിലിരുന്നുകൊണ്ട് നന്നായിട്ട് പഠിച്ച് അതിന് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും, എല്ലാ നഴ്സുമാർക്കും അല്ലെങ്കിൽ MLSPക്കാർക്കും എൻ്റെ വലിയൊരു സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ ചാനൽ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. ഇനിയും ഞാൻ DME DHS സ്റ്റാഫ് നഴ്സായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് ഈ DME പഠിച്ചെടുത്തത്, എങ്ങനെയാണ് ഈ ജോബ് എൻ്റെ കൈകളിലേക്ക് വന്നത് എന്നതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ MLSP പോസ്റ്റ് റിസൈൻ ചെയ്താൽ ഇതിനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് ഞാൻ ഇടാം, എനിക്ക് കിട്ടുന്ന അറിവ് വെച്ചിട്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ PSC എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും നോട്ട്സൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ക്ലാസ്സസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് ക്യാഷ് കൊടുത്ത് പഠിച്ച കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ചെയ്തത്. സോ നിങ്ങളതൊക്കെ കണ്ട് അതൊക്കെ എഴുതിയെടുത്ത് പഠിക്കാം. എല്ലാവർക്കും ഒരു പെർമനൻറ്റ് ജോബ് നിങ്ങളുടെ ലൈഫെല്ലാം സന്തോഷകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനി ഏതെങ്കിലുമൊക്കെ അടുത്ത് വെച്ച് ഏതെങ്കിലും മെഡിക്കൽ കോളേജിലൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു അഗൈൻ.